വീഡിയോ കണ്ടല്ലോ, എന്താ രസമല്ലേ? നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഏതെങ്കിലും മോളിലോ സൂപ്പർ മാർക്കറ്റിലോ പലവ്യഞ്ജനത്തിനോ പച്ചക്കറിക്കോ ഓഫർ ഇട്ടപ്പോ അത് വാങ്ങാനുള്ള തിരക്കാന്നല്ലേ? എന്നാൽ അങ്ങനെയല്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൗൺസിലർമാർ തമ്മിലുള്ള കൂട്ടത്തിലാണ്. കാണാൻ എന്ത് രസമല്ലേ? മനുഷ്യന്മാരെ, നിങ്ങൾക്ക് നാണയില്ലേ? നാട്ടുകാര് കാണുന്ന കാര്യല്ലേ? ഇതിനേക്കാളും സംസ്കാരം ആ ചന്തയിലെ കന്നുകാലിക്കുണ്ടാവൂലേ? അതിന് വിവേകമില്ല, എന്നാൽ പോലും അതിനൊരു മാന്യത ഉണ്ടാകും. ഇതെത്ര മ്ലേച്ഛമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കാര്യമല്ലേ? എത്ര ആൾക്കാരിലേക്ക് എത്തുന്നതാണ്? നിങ്ങളാണോ ഈ നാട് നയിക്കാൻ നിൽക്കുന്നവർ? കൊച്ചുകുട്ടികൾ പരസ്പരം തമ്മി തല്ലുന്ന പോലെ ഒരുത്തൻ അങ്ങോട്ടടി, ബുക്കെടുത്തു മാറ്റല്, ഉടുപ്പ് പിച്ച് കീറല്, എന്താ കലാപരിപാടി? നാട്ടുകാരുടെ മുമ്പിൽ വഷളത്തരാവും. ഇതൊക്കെ പോരായത്തിലേക്ക് എത്തും. അവരൊക്കെ ഇന്ത്യയും കേരളത്തൊക്കെ ഏത് കോലത്തിലായി കാണാ? എന്താ പറയാ? അല്ല, പറഞ്ഞോട്ട് നന്നാവോ? എന്താണ് ഈ ജാതികളുടെ അവസ്ഥകൾ? ഈ തമ്മിത്തല്ലിന്റെ ഇടയിൽ നമ്മുടെ കണ്ണ് നനയിച്ചൊരു വാർത്തയില്ലേ? ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ, ഒന്ന് കിടക്കാൻ ഒരു കൂരയില്ലാത്തതിന്റെ പേരിൽ 2 പിഞ്ചു മക്കളും ഒരച്ഛനും അമ്മയും ഈ ലോകത്തിൽ നിന്ന് അവിടെ ജീവിതം അവസാനിപ്പിച്ച വാർത്ത. നമ്മളെല്ലാം പ്രതികളില്ലേ? അധികാര കസേരയുടെ ഏറ്റവും ഉത്തുംഗ സോപാനത്തിൽ വിരാജിക്കുമ്പോ ചുറ്റുപാടും ഇങ്ങനെയുള്ള പട്ടിണി പാവങ്ങൾ ഓരോ ദിവസവും ഒരു പിടി കയറിൽ, ഒരു കുപ്പി വിഷത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുഴയിൽ തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അവിടെയല്ല ഈ പ്രവർത്തനം കാണിക്കേണ്ടത്. നിങ്ങളുടെ ആർജവം പാവങ്ങളിലേക്ക് ഇറങ്ങി അവരുടെ പട്ടിണി മാറ്റാൻ ഉപയോഗിച്ചാൽ ഈ നാടൊക്കെ എപ്പോഴേ നന്നായേനെ. അമിതമായി ഭക്ഷണം വലിച്ചെറിയുന്നവരോട് ഓർക്കണം, നമ്മുടെ ചുറ്റുപാടും ഒരുപാട് പേർ ഒരു നേരത്തെ ഭക്ഷണത്തിന് കൊതിക്കുന്നവരുണ്ട്. നിങ്ങളുടെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറക്കുന്ന നീ യഥാർത്ഥ മുസ്ലിം അല്ലെന്ന് പഠിപ്പിച്ച മുത്ത് റസൂലിന്റെ ഒരു വാചകത്തെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് പരിസരമൊക്കെ ഒന്ന് അന്വേഷിക്കണം. നമ്മുടെ ചുറ്റുപാടും ആരെങ്കിലും പട്ടിണി കിടക്കുന്നെങ്കിൽ അവർക്കൂടെ നീ അന്നം കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. അല്ലെങ്കിൽ ഇതുപോലുള്ള മരണങ്ങൾ ഇനിയും ഉണ്ടാകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.